I will call you back. Yeah. സർ, ഞാൻ ആ പാക്കറ്റ്സ് ഒക്കെ അയച്ചിട്ടുണ്ട്. കളക്ട് ചെയ്യാനുള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞു? യെസ് സർ. കാസർഗോഡും തൃശ്ശൂരും വിളിച്ചേൽപ്പിച്ചു. എറണാകുളത്ത് ഡൊമിനിക്കിനെ മാത്രം വിളിച്ചു കിട്ടിയില്ല. റിങ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫോളോ അപ്പ് ചെയ്തേക്ക്. ശരി സർ. സോഫി, ആ ജോണേട്ടൻ വിളിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു 30 CR കൂടെ വരുന്നുണ്ട്. ലാസ്റ്റ് ഡീൽ കഴിഞ്ഞിട്ടിപ്പോ 2 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇനി ഒന്നും കൂടി, അത് റിസ്ക് അല്ലേ? സോഫി, വഴി ഞാൻ പറഞ്ഞുതരാം. മാവൂർ റോഡിലെ സുബൈറിന്റെ മൊബൈൽ ഷോപ്പിൽ നിന്ന് ആളുകളുടെ കുറച്ച് IDs-ഉം ഫോട്ടോസും സംഘടിപ്പിക്കും. എന്നിട്ട് അവരുടെ പേരിലൊക്കെ ഒരു സാലറി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ചെറിയ തുകയായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ എല്ലാത്തിൻ്റെയും ബെനിഫിഷ്യറി നമ്മളിൽ ഒരാൾക്കായിരിക്കും. മനസ്സിലായോ സോഫി? യെസ് സർ. ശശി എവിടാണ്? ഡീല് നടന്നു കഴിയുമ്പോൾ കമ്മീഷൻ വാങ്ങിക്കാൻ മാത്രമേ തന്നെ കിട്ടുള്ളൂ അല്ലേ? അങ്ങനൊന്നുമില്ല എന്റെ സതീഷേ. എവിടാ? അത് പറയാനാണ് ഞാൻ വിളിച്ചത്. അതെ സതീഷേ, നോർത്തിൽ നിന്ന് വന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ ഞാൻ. ആഹാ, അപ്പൊ നല്ല കോളാണല്ലോ എനിക്ക്. വേറൊരു കാര്യം പറയാനാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്. എന്താ? പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീം ആയതുകൊണ്ടേ സാധാരണ ഇവിടുന്ന് ജോയിൻ ചെയ്യുന്നവരോടെ എന്താണ് ഇൻവെസ്റ്റിഗേഷന്റെ മോട്ടീവ് എന്നൊന്നും പറയാറില്ല. ഇന്ന് രാവിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയ ഡ്യൂട്ടി നിങ്ങൾ താമസിക്കുന്ന വീടും പരിസരവും ഇല്ലേ, അത് നിരീക്ഷിക്കാനാ. ഓഹോ, അതുകൊണ്ട് ഞാൻ പറയാതെ തന്നെ ഇവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? സതീശ, കുറച്ചു കാലത്തേക്ക് നമ്മുടെ ബ്ലാക്ക് മണി പരിപാടി ഒന്ന് നിർത്തുന്നതാ നല്ലത്. എൻ്റെ ശശി, ഞാൻ ഈ പരിപാടി ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. എൻ്റെ ബാത്റൂമിൽ കൊണ്ടുപോയി ക്യാമറ വെച്ചാലും അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. താനായതുകൊണ്ട് അതൊക്കെ എനിക്കറിയാം. എന്നാലും എല്ലാം ഒന്ന് നോക്കിയും കണ്ടും ചെയ്തേ. താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ ശശി. താനൊരു കാര്യം ചെയ്യും, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ പ്ലാനുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്ക്. എന്നിട്ട് സമയാസമയം എന്നെ അറിയിക്കും. പിന്നെന്താ, നമുക്കും കൂടെ ഗുണമുള്ള കാര്യമല്ലേ? താൻ എന്നെ അങ്ങനെ ഗുണമുള്ള കാര്യങ്ങൾക്കല്ലേ വിളിക്കാറുള്ളൂ. എന്നാ ശരി ശശി. ഓക്കെ ഞാനാ നാളെ മോർണിംഗ് ഷോ കേട്ടോ, ടിക്കറ്റ് മറക്കണ്ട. തന്നെ പോസ്റ്റ് ആക്കല്ലേ. ബൈ. പ്രിയ, ഒരു മിനിറ്റ്. ബാലു കൈമാറ്റ്, എനിക്ക് പോണം. എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട ബാലു. ഇമ്മാതിരി കുട്ടികളി പ്രണയത്തോടെ എനിക്കൊരു താല്പര്യമില്ല. ഒരു നല്ല ജീവിതം വെച്ച് നീട്ടിയ ഒരാളോട് നീ ഇങ്ങനെയാണ് പെരുമാറിയതെങ്കിൽ നാളെ എന്റെ കാര്യത്തിൽ എന്ത് ശുഭചിയാണുള്ളത്? നിന്നോട് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. നീ എന്നൊന്ന് മനസ്സിലാക്ക് പ്ലീസ്. മനസ്സിലാക്കിയെടുത്തോളം മതി ബാലു. ഇനിയും എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അളിയാ, വിട്ട് പിടിയളിയാ. കുറെ കാലായി സെറ്റായിക്കൊണ്ടിരിക്കുക. ആകെ കാണാൻ കൊള്ളാവുന്ന ഈ ബാച്ചിൽ ഇവള് മാത്രമേ ഉള്ളൂ. പ്ലീസ്.